CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. EP ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദത്തിനിടെയാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനായി ജയരാജനും തിരുവനന്തപുരത്തെത്തി. ചതി നടന്നോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് മാത്രമായിരുന്നു EPയുടെ മറുപടി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജുണ്ട്. അർജുൻ, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് EP സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തുന്നത്. എപ്പോഴാണ് യോഗം ചേരുക? ഈ EPയിൽ നിന്നൊരു വിശദീകരണം തേടിയതിനു ശേഷം നടപടി എന്നുള്ളതാണോ പാർട്ടിയുടെ നിലപാട്? ആതിര, അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിന് എത്തിയിട്ടുണ്ട്. EP ജയരാജനും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് എത്തി. മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ EP പാർട്ടിയിൽ എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ പുറത്ത് അദ്ദേഹം പറഞ്ഞത് ഈ വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, തൻ്റേതല്ലാത്ത പരാമർശങ്ങളാണ് പുറത്തു വന്നതെന്നായിരുന്നു പുറത്ത് മാധ്യമങ്ങളോട് ഈ വിവാദത്തിന് പിന്നാലെ EP പ്രതികരിച്ചത്. പക്ഷേ അതിൽ നിൽക്കുന്നതല്ല കാര്യങ്ങൾ. അതിൽ കൂടുതൽ പാർട്ടിയിൽ EP ജയരാജന് വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് EP ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പുറത്തു വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉള്ളടക്കത്തിൽ ചില ഭാഗങ്ങൾ എങ്ങനെ പുറത്തേക്ക് വന്നു, ഇതുമായി ബന്ധപ്പെട്ട് EP ഉന്നയിക്കുന്ന ഗൂഢാലോചന ആരാണ് നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിക്കേണ്ടി വരും. സംസ്ഥാന നേതാക്കൾ EPക്ക് ഇക്കാര്യത്തിൽ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ കൂടി ഈ ഗൂഢാലോചന എങ്ങനെയുണ്ടായി അത് EP തന്നെ തെളിയിക്കണം, അല്ലെങ്കിൽ EP തന്നെ ബോധ്യപ്പെടുത്തണമെന്ന നിലപാട് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് EP ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത്. പക്ഷേ EPക്ക് ഇക്കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് കാണാനുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വിവാദങ്ങൾ EPയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അന്നൊന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനോ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണമോ ഒന്നും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ EP നൽകിയിരുന്നില്ല. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് EP ഇപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്നത്. ഇക്കാര്യത്തിൽ ഇനി കൂടുതലായി ഇതുവരെ പുറത്തു വന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് EPക്ക് എന്ത് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടി തുടർ തീരുമാനങ്ങളും ഇക്കാര്യത്തിൽ ഒരു പരിശോധനയൊക്കെ ഉണ്ടെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഈ EPയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും CPM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുക. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം തുടരുമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് EP ജയരാജനിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷം മാത്രമായിരിക്കും ഇതിലൊരു നടപടിയിലേക്ക് കടക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ തിരുവനന്തപുരത്ത് നിന്ന്.